CPIM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് കൂടി ചേരുകയാണ്. റഫീഖ്, ഇന്നലെ സിദ്ദിഖ് അവിടെ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. എന്തോ സിദ്ദിഖിൻ്റെ ഒരു വലിയ പരിശ്രമം ഉള്ള ഒരു സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ സിദ്ദിഖിൻ്റെ ആ ഒരു വീട് വെക്കുന്ന സ്ഥലത്തേക്ക് വന്നിറങ്ങുന്നത് പോലെയാണ് അത് തോന്നുന്നത്. വയനാട്ടിലെ ലോക്കൽ ചാനലുകളിലെല്ലാം അതിന് ഭയങ്കര പ്രചാരമാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാവുക റഫീഖ്? കോൺഗ്രസ് സ്വയം അപഹാസ്യമാകുന്ന നിലപാടാണ് ഇക്കാര്യത്തിലെല്ലാം സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചതുപോലെ എങ്ങനെയാണ് അവർക്ക് അവിടെ വരാൻ വേണ്ടി കഴിയുക? കാരണം ഈ ചൂരൽമല ദുരന്തമുണ്ടായതിനു ശേഷം സംസ്ഥാന സർക്കാർ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള പെർമനന്റ് പുനരധിവാസം. ഈ കാര്യത്തിലെല്ലാം എങ്ങനെയെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നോക്കിയവരാണ് കോൺഗ്രസും UDF-ഉം. അതിന്റെ ഭാഗമായിട്ടാണല്ലോ CMDRF-ലേക്ക് പണം വരുന്ന സമയത്ത് ഒരു ആപ്പ് ഉണ്ടാക്കി പ്രത്യേകമായി പണം ശേഖരിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് സർക്കാർ ജീവനക്കാരെല്ലാം അവരുടെ ഒരു വിഹിതം സർക്കാരിലേക്ക് നൽകുമ്പോൾ, CMDRF-ലേക്ക് ദുരന്തബാധിതർക്ക് വേണ്ടി നൽകുമ്പോൾ അതിനെ തടസ്സം സൃഷ്ടിക്കാൻ ക്യാമ്പയിൻ നടത്തിയവരാണ്, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പ്രചരിപ്പിച്ചവരാണ്. ഏതെല്ലാം വിധേയനെ ഇതിന് തടസ്സം, സർക്കാരിലേക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം ജനങ്ങൾ നൽകുമ്പോൾ അതിനെ തടയാൻ കഴിയുമോ എന്ന് നോക്കിയവരാണ്. മാത്രമല്ല, ഇവിടെ നിയമാനുസൃതം തന്നെ രാജ്യത്തെ പാർലമെന്റ് മെമ്പർമാർക്ക് പാർലമെന്റ് MP ഫണ്ടിൽ നിന്നും MP ഫണ്ടിൽ നിന്നും തുക നീക്കി വെക്കാവുന്നതാണ്. സ്ഥലം MP ആണ് ശ്രീമതി പ്രിയങ്ക വാദ്ര. ഒരു നയാ പൈസ നിയമപ്രകാരം നീക്കിവെക്കാൻ സാധിക്കുന്ന പണം പോലും നീക്കിവെക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ യാതൊരു പങ്കും നിർവഹിക്കാത്തവർ ഇതിന് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇപ്പോ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഫെബ്രുവരി മാസത്തിൽ ഇത് കൈമാറ്റം ചെയ്യാൻ, അതായത് ദുരന്തബാധിതർക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ചപ്പോ ഞങ്ങളും ഇതിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ ഇവർക്കെല്ലാം മറ്റാക്കാൻ സാധിക്കുക? ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അങ്ങേയറ്റം അപഹാസ്യമായ നിലയിലേക്ക് സ്വയം മാറുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കാണേണ്ടത്, സർക്കാരിന്റെ ടൗൺഷിപ്പിൽ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് കടന്നു വരുന്ന അവർ പിരിച്ച പണം ഉപയോഗിച്ച് ദുരന്തബാധിതർക്ക് വേണ്ടി വീട് വെച്ച് നൽകാൻ വേണ്ടി അവർ പിരിച്ച പണം അതെവിടെയാണുള്ളത് എന്ന് ഇതുവരെ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. ആ പണം ഉപയോഗിച്ച് ഒരു തരി ഭൂമി വാങ്ങാൻ തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തിൽ 1.5 വർഷക്കാലം ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച പണം ദുരുപയോഗം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. എത്ര പണമാണ് അവർ പിരിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമല്ലല്ലോ. നമുക്ക് ആർക്കെങ്കിലും അറിയുമോ കോൺഗ്രസ് എത്രയാണ് പിരിച്ചത് എന്ന്? ഇനിയിപ്പോ 1.5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇത്രേ പിരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലാതെ എന്താ മാർഗം? CMDRF-ലേക്ക് വന്ന പണം ആരിൽ നിന്നൊക്കെ വന്നു, എത്ര പണം വന്നു, എന്തൊക്കെ ഇതിലേക്ക് ചെലവഴിച്ചു എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇപ്പോ ഓൺലൈനിൽ അടിച്ചു നോക്കിയാൽ കിട്ടും, സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. എന്നാൽ ഇപ്പോഴും കോൺഗ്രസിന്റെ പണം എത്രയാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല, അത് എത്ര പിരിച്ചു എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല, അത് എവിടെയാണുള്ളത് എന്നതിനെ വ്യക്തതയില്ല. പലതരത്തിൽ മാറ്റി മാറ്റി പറയുകയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായിരുന്നല്ലോ, ഡിസംബർ 10-ാം തീയതി കോൺഗ്രസിന്റെ നേതാവ് കൂടിയായി ഇന്നലെ അവിടെ ടൗൺഷിപ്പിലേക്ക് എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് കടന്നു വന്ന സിദ്ദിഖ് ഡിസംബർ മാസം 10-ാം തീയതി പറഞ്ഞൊരു കാര്യമുണ്ട്. 28-ാം തീയതി ഡിസംബർ 28-ന് അവരുടെ വീട് നിർമ്മാണം ആരംഭിക്കുന്ന പറഞ്ഞത്. രജിസ്ട്രേഷൻ കഴിഞ്ഞു, എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞു, ഇനി വീട് നിർമ്മാണം ആരംഭിക്കുന്ന പറഞ്ഞത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് രജിസ്ട്രേഷനിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണ്. നിങ്ങൾ നോക്കൂ, ദുരന്തബാധിതരുടെ പേരിൽ തിരിച്ച പണം ഉപയോഗിച്ച് തരാതരം പോലെ ഇങ്ങനെ മാറ്റി പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നത് മാത്രമാണ് അന്ന് തിരിച്ചറിയാൻ തയ്യാറാവണമെന്നതാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ റഫീഖ, വയനാട്ടിലെ ക്യാമ്പ് കഴിഞ്ഞപ്പോഴാണ് VD സതീശന് 300 വീടിന്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണ് എന്ന ബോധ്യം വരുന്നത്. സിദ്ദിഖിനെ അവിടെ സന്ദർശിക്കണം എന്ന ബോധ്യം വരുന്നത്. കനകോലു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടോ. നേരത്തെ നരേന്ദ്രമോദി ഇതേ തന്ത്രമായിരുന്നു. പഴയ കാലത്ത് ഈ നാട് എന്തൊക്കെ നേട്ടങ്ങൾ നേടിയിട്ടുണ്ടോ അതെല്ലാം തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തന്ത്രമുണ്ട്. അതൊരു ഫാസിസ്റ്റ് തന്ത്രമാണ്. അതിപ്പോൾ സർദാർ പട്ടേലായാലും സ്വാമി വിവേകാനന്ദനായാലും ശ്രീനാരായണ ഗുരുവുമായാലും എല്ലാം ഏറ്റെടുക്കാൻ നടത്തുന്ന ഒരു ശ്രമമുണ്ടല്ലോ, അതിൻ്റെ വേറൊരു പതിപ്പാണ് കനകോലു നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ സിദ്ദിഖും ഈ സതീശനും ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. അതെ 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 അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കനകോലു നേരത്തെ BJP-യുടെ തന്ത്രങ്ങൾ മെനഞ്ഞ ആളാണ്.
ആ തന്ത്രം തന്നെയാണ് കോൺഗ്രസ്. രണ്ടുപേരും ഇപ്പോ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ആ കനകോല സിദ്ധാന്തത്തിന്റെ ഭാഗമായി തന്നെ BJPയും കോൺഗ്രസും എല്ലാം പലയിടത്തും ഒന്നിച്ചു ചേർന്ന് മത്സരിക്കുന്നതല്ല നമ്മൾ കാണുന്നു. മറ്റത്തൂരിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം ഇവിടെ ബത്തേരിയിൽ ക്യാമ്പ് നടന്നതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് പുൽപ്പള്ളി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും ഒന്നിച്ചു മത്സരിക്കുന്നത്. അപ്പൊ കനകോലു നേരത്തെ മുതലേ ഉണ്ടാക്കി കൊടുക്കുന്ന സിദ്ധാന്തം ഇവർ ഒന്നിച്ചു നിന്ന് മത്സരിക്കുക, വിജയിക്കുക എന്ന രൂപത്തിലുള്ളതും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നാടിന്റെ പദ്ധതികളെ തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ആ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയായിരിക്കുന്നതാണ് നമ്മൾ കരുതുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് ഈ നിലയിൽ പ്രതികരിക്കുന്നു, ഒരു സ്ഥലത്തുനിന്നും പ്രതികരിക്കുന്നു. ഇത്രയും നമ്മൾ കാണേണ്ടത് ഈ സ്ഥലം MLA ഇതുവരെ ഇത്രയും മാസങ്ങളായിട്ട് ആ ടൗൺഷിപ്പിൽ വന്നിട്ടില്ല, പണം നൽകിയിട്ടില്ല. മൊത്തത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പണം നൽകാത്തൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, പണം വരുന്നത് തടയാൻ ശ്രമിച്ച കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതെല്ലാം പോട്ടെ, ചുരുങ്ങിയത് തന്റെ മണ്ഡലത്തിലുള്ള ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് ഉയരുമ്പോ അവിടത്തേക്ക് വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് കൽപ്പറ്റ അങ്ങാടിയിലായിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ തൊട്ടടുത്താണ്, അവിടെയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ അദ്ദേഹത്തിന് വരാൻ തോന്നി എന്തുകൊണ്ടാണ്? കനകോലു ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. രണ്ട് മുഖ്യമന്ത്രി കൃത്യമായി പ്രഖ്യാപിച്ചു, ഈ ഫെബ്രുവരിയിൽ കൈമാറുമെന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല നേരത്തെ 15 ലക്ഷം രൂപ വാങ്ങി ടൗൺഷിപ്പിന്റെ ഭാഗമാവുന്നില്ല എന്ന് പറയുന്നവർക്ക് 15 ലക്ഷം രൂപ സർക്കാർ അങ്ങനെ ഓപ്ഷൻ കൂടെ വെച്ചിരുന്നല്ലോ. അതിന്റെ ഭാഗമായി 15 ലക്ഷം രൂപ വാങ്ങി മറ്റു പല വീടുകളും പ്രതീക്ഷിച്ചു പോയ ആളുകളുണ്ട്. അവരെല്ലാം ഇപ്പോ ടൗൺഷിപ്പ് അങ്ങേയറ്റം മാതൃകാപരമായ നിലയിൽ ഏറ്റവും മികച്ച നിലയിൽ ഉയരുമ്പോ ആ 15 ലക്ഷം വാങ്ങിപ്പോയവരെല്ലാം തിരിച്ച് അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 15 ലക്ഷം തിരിച്ചു തരാം, ഞങ്ങൾ ടൗൺഷിപ്പിന്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരികയാണ്. ദുരന്തബാധിതർ വലിയ ആവേശത്തോടെ ഈ പറഞ്ഞ ടൗൺഷിപ്പിനെ കാണുന്നു. ഇത്രയും അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും മികച്ചൊരു ടൗൺഷിപ്പ് വരുമ്പോൾ ഇത് ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള അവരുടെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. ആ തന്ത്രമൊന്നും വിൽപ്പോവില്ല എന്നവർ തിരിച്ചറിയുന്നതാണ് നല്ലത്. കാരണം ഇതെല്ലാം ജനങ്ങൾക്കറിയാം. ഇതുവരെ ഈ ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങി നാളിതുവരെ തിരിഞ്ഞു നോക്കാൻ തയ്യാറാവാത്തതാണ് സ്ഥലം MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എല്ലാ നേതാക്കന്മാരും. പ്രതിപക്ഷ വയനാട്ടിൽ വന്നല്ലോ, ആ ടൗൺഷിപ്പിന്റെ പ്രദേശത്തേക്ക് എത്രയോ തവണ അദ്ദേഹം വയനാട്ടിൽ വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം തെരഞ്ഞെടുപ്പെടുത്ത സമയത്തും അതുപോലെ ഇത് കൈമാറും എന്ന ഘട്ടം എത്തിയപ്പോഴും ദുരന്തബാധിതരെല്ലാം അതിനെ ടൗൺഷിപ്പിനെ സ്വീകരിക്കുന്ന അവസ്ഥ വന്നപ്പോഴും ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അവർ ചെയ്ത ദുരന്തബാധിതർക്കെതിരായും അതുപോലെ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്കെതിരായും UDF ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ മറന്നുപോകുമെന്നാണ് ഇവർ കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റിപ്പോകും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ റഫീഖ്, താങ്കൾ പറഞ്ഞപ്പോഴാണ് ഞാനും അത് ഓർത്തെടുത്തത്. ഇവരൊരു ആപ്പ് വഴിയാണല്ലോ ഈ പണം പിരിച്ചത്. ആ ആപ്പിൽ എത്ര പണം കിട്ടിയിട്ടുണ്ട് എന്ന ചോദ്യത്തിന് പോലും മിനിമം ഉത്തരം പറയാൻ ഇവർക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ പിരിച്ച പണമൊക്കെ ആവിയായി പോകും. പിന്നീട് ആരും കണക്ക് ചോദിക്കില്ല. പിന്നീട് ഇതിൻ്റെ എല്ലാം ഒരു ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരില്ല എന്നൊക്കെയുള്ള വലിയ ചിന്തകളുമുണ്ട് ഇവർക്ക്. അതെ, ഭരണത്തിലേക്ക് വരും എന്നതൊക്കെ അവരുടെ വെറും ചിന്ത മാത്രമാണ്. അത് മറ്റൊരു വശം. ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ആപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം CPIMന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പത്ര സമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ആപ്പ് വഴി ഇവർക്ക് എത്ര പൈസ വന്നു എന്നത് ഇവർ പറയാൻ തയ്യാറുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഞാൻ വളരെ ആധികാരികമായി പറയുന്നു, അത് ഇവർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതിനിവർ മറുപടി ഇതുവരെ പറഞ്ഞില്ലല്ലോ ഈ വിഷയത്തിൽ. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത്? കാരണം എത്ര പണമാണ് ഇവർ പിരിച്ചത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. ആ ആപ്പ് ഇവർ ഉണ്ടാക്കിയതിനു ശേഷം ഇപ്പൊ ആപ്പ് തന്നെ വർക്കിംഗ് അല്ല. എത്ര പണമാണെന്ന് അറിയുന്നില്ല. വലിയ രൂപത്തിൽ ദുരന്തബാധിതരെ സംബന്ധിച്ച് ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് വഞ്ചിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഏത് പണവും ആ നിലയിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് മടികൾ. പുനർജനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഏത് പദ്ധതിയുടെ പേരിലും തട്ടിപ്പ് നടത്തുന്ന ഒരു കൊള്ളസംഘമായി യഥാർത്ഥത്തിൽ ഇവർ മാറിയിട്ടുണ്ട്. ഇവർ കേരളത്തിൽ അധികാരത്തിലില്ലാതായിട്ട് 10 വർഷത്തോളമായി. കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള അഴിമതിയായിരുന്നു യഥാർത്ഥത്തിൽ 10 വർഷം മുമ്പ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പൊ അധികാരമില്ല. അപ്പൊ അധികാരമില്ലാത്ത സാഹചര്യത്തിൽ ഏതെല്ലാം സംവിധാനം ഉപയോഗിച്ച് അഴിമതി നടത്താൻ പറ്റുമോ അത് നടത്തുക എന്നതാണ് കാണുന്നത്. വയനാട്ടിൽ നമ്മൾ ഒരുപാട് അനുഭവം അതിനെ കണ്ടതാണ്. ഈ സഹകരണ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് ഉൾപ്പെടെ അവർ നടത്തിയ തട്ടിപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഏതെല്ലാം സംവിധാനം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്താൻ കഴിയുമോ അതവർ നടത്തുകയാണ്. പക്ഷെ ഇത് നിങ്ങൾ നോക്കണം, കൊടും ക്രൂരതയാണ്. അതായത് ദുരന്തബാധിതരുടെ പേരിലാണ് ഇവർ പണം ശേഖരിച്ചത്.
ആ പണത്തിനാണ് എവിടെയാണെന്ന് അറിയാത്തത്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു തരി ഭൂമി വാങ്ങാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. 230 വീടുകൾ ഇവർ പ്രഖ്യാപിച്ചതാണ്. രാഹുൽ ഗാന്ധി 100 വീട്, 30 വീട് യൂത്ത് കോൺഗ്രസ് 100 വീട്, അങ്ങനെ 230 വീടുകൾ ഇവർ പ്രഖ്യാപിച്ചതാണ്. ഇപ്പൊ ഇന്നലെ പക്ഷേ റഫീഖ് അതല്ലേ ഇന്നലെ പിന്നെ വി.ഡി. സതീശൻ പറഞ്ഞത് 400 വീടുകളിൽ 300 വീട് ഞങ്ങളുടെയാണ് എന്ന് പറയല്ലേ? ഇന്നലെ അര മിനിറ്റ് കൊണ്ട് 300 വീട് വായുവിൽ ഉണ്ടാക്കി തന്ന പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത്. ഈ എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ സ്വയം അപഹാസ്യനാവുകയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ്. എന്ത് വർത്തമാനം അദ്ദേഹം പറയുന്നത്? ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സംഭാവന അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? ഈ സ്ഥലം എം പി ഫണ്ടിൽ നിന്നെങ്കിലും ഒരു പണം കൊടുക്കാൻ തയ്യാറാണ്. ജോൺ ബ്രിട്ടാസ് 1 കോടിയാണ് കൊടുക്കുന്നത്. DP സുനീർ ഇടതുപക്ഷത്തിന്റെ MP, വയനാട്ടിലെ MP അല്ല, അദ്ദേഹം കൊടുക്കുന്നത് 1 കോടിയാണ്. ശിവദാസനും റഹീമും കെ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ MP-മാർ 25 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ കൊടുക്കുകയാണ്. അവരൊന്നും വയനാടിന്റെ MP-മാരല്ല. എന്നാൽ വയനാടിന്റെ MP ഫണ്ടിൽ കൊടുക്കാമെന്ന നിയമം ഉണ്ടായിരിക്കെ 1 നയാ പൈസ കൊടുക്കാൻ തയ്യാറായോ? അത് ആദ്യം കൊടുത്തിട്ടല്ലേ ഇവര് അങ്ങോട്ട് കടന്നു വന്ന് ഈ കാര്യങ്ങൾ പറയേണ്ടത്. അപ്പൊ ആ നിലയിൽ പരമാവധി ഈ ദുരന്തബാധിതർക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന പണം മുടക്കാനല്ലേ ഇവർ നോക്കിയത്. അപ്പൊ അങ്ങനെയുള്ളവർ ഇപ്പോ ഇത് സ്വയം അപഹാസ്യമാകുന്ന നിലയിൽ ഇങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജനങ്ങൾ. ഒരു ചോദ്യം കൂടി, ഈ കോൺഗ്രസിനെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും വിശ്വസിച്ച് കുറെ പാവം പിടിച്ച മനുഷ്യർ, ദുരന്തബാധിതർ, അവർ ഈ 15 ലക്ഷം രൂപ വാങ്ങി സർക്കാരിൻ്റെ പദ്ധതിയിൽ നിന്ന് ഓപ്റ്റ് ഔട്ടായ മനുഷ്യരുണ്ട്. അവരുടെ ഒരു ജീവിതം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവരുടെ എല്ലാം വാക്കുകൾ കേട്ട് ചില ആളുകൾ ടൗൺഷിപ്പിന്റെ ഭാഗമാവാതെ 15 ലക്ഷം രൂപ വാങ്ങി ടൗൺഷിപ്പിൽ നിന്നും ഒഴിവായി ഇവരുടെയൊക്കെ വീടുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരുണ്ട്. അവരുൾപ്പെടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിന്റെ വീടും കാര്യങ്ങളും നടക്കില്ല എന്ന ബോധ്യം അവർക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിലും, അതുപോലെ തന്നെ ടൗൺഷിപ്പ് ഏറ്റവും മികച്ച നിലയിലാണ് ഉയരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലും അവരിപ്പോ സർക്കാരിലേക്ക് അപേക്ഷ കൊടുക്കുകയാണ്. ഞങ്ങള് തിരികെ ഇതിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞ് കുറെ പേര് അപേക്ഷ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ചിലർ ആ പണം വാങ്ങി പോകാൻ തന്നെ കാരണമുണ്ട്. ഇവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ ഈ ടൗൺഷിപ്പിനെതിരായി നടത്തിയ അപവാദ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ചിലർ ഇതൊന്നും വരാൻ പോകുന്നില്ല എന്ന രൂപത്തിലെല്ലാമുള്ള പ്രചാരണം നടത്തിയപ്പോഴാണ് 15 ലക്ഷം ചിലർ വാങ്ങിപ്പോണ്ട വന്നത്. പാവങ്ങളാണ്, അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥം ചെയ്തത്. പക്ഷെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പൊ വഞ്ചിക്ക് കൂടി ചെയ്യുകയാണ്. ആ നിലയിലുള്ള നിലപാടുണ്ട്. അവരിപ്പോ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. സർക്കാർ ഇപ്പൊ ആദ്യഘട്ടത്തിൽ ആ കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ നിലവിൽ ടൗൺഷിപ്പിന്റെ ഭാഗമായി നേരത്തെ നിന്നവരെയാണ് ആദ്യഘട്ടത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ആദ്യഘട്ടത്തിൽ അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവരെ വഴിയാധാരമാക്കാത്ത നിലയിൽ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനെയോ മറ്റെല്ലാം വിശ്വസിച്ച് ആണ് അവർ പോയതെങ്കിലും യഥാർത്ഥത്തിൽ അവർ ദുരന്തബാധിതരാണല്ലോ. അവരുടെ കാര്യത്തിൽ സർക്കാരിന് കരുതലുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദി ശ്രീ കെ റഫീഖ് പ്രതികരിച്ചത്.